ഡ്രൈവിംഗ് ഒന്നും പെണ്ണുങ്ങൾക്ക് പറ്റിയതല്ല. ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ ഈ 21-ാം നൂറ്റാണ്ടിലുമുണ്ട്. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ കാർ ഡ്രൈവർ ഒരു സ്ത്രീയാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ? പേറ്റന്റ് മോട്ടോർ വാഗൺ മോഡൽ 3 എന്ന് പേരിട്ട 3 ടയറുള്ള ആദ്യത്തെ പ്രവർത്തിക്കുന്ന കാറാണ് ബർത്ത എന്ന സ്ത്രീ ഓടിച്ചത്. 1888 ഓഗസ്റ്റ് മാസത്തിൽ തൻ്റെ 2 മക്കളെയും കൂട്ടി ബർത്ത ആ മുച്ചക്ര വാഹനത്തിൽ സഞ്ചരിച്ചത് 106ഓളം കിലോമീറ്ററാണ്. ഇന്നത്തെ പോലെ നല്ല റോഡുകളോ വഴിയറിയാനുള്ള ഫലപ്രദമായ മാർഗങ്ങളോ പെട്രോൾ പമ്പുകളോ ഒന്നുമില്ലാതിരുന്ന കാലം. കുതിരകളെ പൂട്ടിയ വണ്ടിയിൽ മാത്രം സഞ്ചരിച്ച് പരിചയമുള്ള ഒരു സമൂഹത്തിന് കാറ് പരിചയപ്പെടുത്തിയത്, ഈ കാറിൽ ദീർഘദൂരം യാത്ര ചെയ്യാനാവുമെന്ന് അതിൻ്റെ നിർമ്മാതാവിനെ അടക്കം ബോധ്യപ്പെടുത്തിയത് എല്ലാം ബർത്തയാണ്. ആരാണ് ഈ ബർത്ത എന്നറിയാമോ? ആദ്യത്തെ പ്രവർത്തിക്കുന്ന കാർ ഉണ്ടാക്കിയ കാൾ ബെൻസിന്റെ ജീവിത പങ്കാളി. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പാടെ നിഷേധിക്കപ്പെട്ടിരുന്ന ആ കാലത്ത് മറ്റെല്ലാ സ്ത്രീകളെയും പോലെ അടുക്കളയിൽ ഒതുങ്ങിക്കൂടി ജീവിതം കഴിക്കുകയായിരുന്നില്ല ബർത്ത ബെൻസ്. സമ്പന്നയായിരുന്ന ബർത്ത അവൾക്ക് സ്ത്രീധനമായി ലഭിച്ച മുഴുവൻ പണവും ബെൻസിന്റെ കമ്പനിക്കായി നൽകി. കൂടാതെ ബെൻസിന്റെ വർക്ക്ഷോപ്പിൽ എല്ലാ തരത്തിലുള്ള പണികൾക്കും ബർത്ത ഒപ്പം കൂടി. ബർത്ത നടത്തിയ ആ ആദ്യ യാത്ര അത്ര എളുപ്പമായിരുന്നില്ല. ബെൻസിന് അദ്ദേഹം താമസിച്ചിരുന്ന മാൻഹെയിമിന് ചുറ്റും ഈ വാഹനം ഓടിക്കാനുള്ള അനുവാദം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനാൽ ദൂരയാത്രയ്ക്ക് ഭർത്താവ് സമ്മതിക്കില്ല എന്നറിയാവുന്ന ബർത്ത രഹസ്യമായാണ് തൻ്റെ മാതാപിതാക്കൾ താമസിക്കുന്ന ഫോർഷെയിമിലേക്ക് യാത്ര തുടങ്ങിയത്. 2.5 ഹോഴ്സ് പവറുള്ള ഈ വാഹനത്തിൻ്റെ പരമാവധി വേഗത മണിക്കൂറിൽ 16 കിലോമീറ്റർ മാത്രമായിരുന്നു. യാത്രയിലെ ആദ്യ തടസ്സം വിസ്ലോ എന്ന സ്ഥലത്ത് വെച്ചായിരുന്നു. വാഹനത്തിൻ്റെ ഇന്ധനം തീർന്നുപോയി. പെട്രോളിയം ഉൽപ്പന്നമായ ലിഗറിൻ എന്ന ഇന്ധനമായിരുന്നു അന്ന് ആ വാഹനത്തിൽ ഉപയോഗിച്ചിരുന്നത്. സാധാരണ തുണിയിലെ കറകൾ കളയാനും മറ്റുമാണ് ആളുകൾ ഇത് ഉപയോഗിച്ചിരുന്നത്. ഇന്ധനം തീർന്നപ്പോൾ ബർത്ത യാത്ര മതിയാക്കുന്നില്ല. പകരം അവിടെ അടുത്തുള്ള ഒരു ഫാർമസിയിൽ നിന്ന് കിട്ടാവുന്നത്ര ലിഗറിൻ സംഘടിപ്പിച്ച് കാറിലൊഴിച്ച് യാത്ര തുടരുന്നു. എന്നാൽ അവർക്ക് വഴിയിൽ വീണ്ടും തടസ്സങ്ങളുണ്ടായി. ഇന്ധനക്കുഴലിൽ കരട് കയറിയും വയറുകളുടെ ഇൻസുലേഷൻ നശിച്ചും വഴിയിൽ വീണ്ടും വാഹനം നിന്നുപോകുന്നുണ്ട്. എന്നാൽ തൊപ്പിയിലെ പിന്നുപയോഗിച്ച് കുഴൽ വൃത്തിയാക്കിയും വസ്ത്രത്തിൻ്റെ ഭാഗങ്ങൾ ഉപയോഗിച്ച് ഇൻസുലേഷൻ ശരിയാക്കിയും ബർത്ത ആ യാത്ര തുടരുക തന്നെ ചെയ്യുന്നു. ഈ വാഹനത്തിൻ്റെ നിർമ്മാണത്തിൻ്റെ ആദ്യഘട്ടം മുതൽ ബെൻസിൻ്റെ ഒപ്പമുണ്ടായിരുന്ന ബർത്തയ്ക്ക് ആ വാഹനത്തെപ്പറ്റി എല്ലാം അറിയാമായിരുന്നു. ഒടുവിൽ 12 മണിക്കൂറുകൾക്ക് ശേഷം ബർത്തയും മക്കളും ലക്ഷ്യസ്ഥാനത്തെത്തുന്നു. ഈ യാത്രയാണ് നമ്മൾ ഇന്ന് കാണുന്ന ബെൻസ് എന്ന ബ്രാൻഡിൻ്റെ ആദ്യ കാൽവയ്പ്. ലോകം ആ യാത്ര ശ്രദ്ധിച്ചു. ബെൻസിൻ്റെ കാറുകൾക്ക് ആവശ്യക്കാരെത്തി തുടങ്ങി. പതിയെ ബെൻസ് എന്ന ബ്രാൻഡ് വളർന്നു. ലോകത്തിലെ ആദ്യ കാർ ഡ്രൈവറായ ബർത്ത ബെൻസിൻ്റെ ഈ കഥ ലോകത്തിന് മുഴുവൻ പ്രചോദനമാകേണ്ടതാണ്.